മോളെ, ഇന്ന് നീ പുറത്തേക്ക് വരണ്ട. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അനന്യ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ അമ്മേ, ഞാൻ വന്നാൽ പെണ്ണുകാണൽ മുടങ്ങുമോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ടല്ല മോളെ. പക്ഷേ എത്ര പ്രാവശ്യം നിന്നെ കണ്ടിട്ട് ആളുകൾ തിരിഞ്ഞുപോയി. ഇതെങ്കിലും മീരയുടെ ജീവിതം നന്നാകട്ടെ. അനന്യ ഒന്നും മിണ്ടിയില്ല. ജാലകത്തിനരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ തെളിഞ്ഞു. 10 വർഷം മുൻപ് കോളേജിൽ പഠിക്കുമ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. എല്ലാവരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അവളുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റത്. നിരവധി ശസ്ത്രക്രിയകൾക്ക് ശേഷം ജീവൻ രക്ഷിക്കാനായെങ്കിലും പഴയതുപോലെ നടക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന ഓരോ വിവാഹാലോചനയും ഈ ഒരു കാരണം കൊണ്ട് മുടങ്ങുകയായിരുന്നു. പെൺകുട്ടി നല്ലതാണ്, പക്ഷേ ആ പക്ഷേ എന്ന വാക്ക് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവായി മാറിയിരുന്നു. അവൾ പിന്നെ തൻ്റെ ജീവിതം കുടുംബത്തിനായി മാറ്റിവെച്ചു. ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അനുജത്തി മീരയെ പഠിപ്പിച്ചു. അച്ഛൻ്റെ കടങ്ങൾ തീർക്കാൻ സഹായിച്ചു. പക്ഷേ അവളുടെ സ്വന്തം ജീവിതം ആരും കണ്ടില്ല. അന്ന് മീരയെ പെണ്ണ് കാണാൻ വരികയായിരുന്നു. വീട്ടിൽ സന്തോഷം നിറഞ്ഞിരുന്നു. എന്നാൽ ആ സന്തോഷത്തിൽ നിന്ന് മാറി സ്വന്തം മുറിയിൽ പുസ്തകം വായിക്കുന്നത് പോലെ നടിക്കുകയായിരുന്നു അനന്യ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാർ വീടിന് മുന്നിൽ വന്നു നിർത്തി. അർജുനും മാതാപിതാക്കളും അകത്തേക്ക് വന്നു. വളരെ ലളിതമായ കുടുംബം. സംസാരത്തിനിടെ അർജുൻ്റെ ശ്രദ്ധ ചുമരിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയിൽ പതിഞ്ഞു. മീരയുടെ തോളിൽ കൈവച്ച് ചിരിക്കുന്ന ഒരു പെൺകുട്ടി. ഇതാരാണ്? മീര അഭിമാനത്തോടെ പറഞ്ഞു. എൻ്റെ ചേച്ചി അനന്യ. അമ്മ ഉടനെ കൂട്ടിച്ചേർത്തു. അവൾക്ക് ചെറിയ ഒരു വൈകല്യമുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് വന്നില്ല. അർജുൻ ശാന്തമായി ചോദിച്ചു, അവരെ ഒന്ന് കാണാൻ പറ്റുമോ? മുറിയിലുണ്ടായിരുന്നവർ പരസ്പരം നോക്കി. അനന്യ പതുക്കെ പുറത്തേക്ക് വന്നു. ഓരോ ചുവടും സൂക്ഷിച്ചായിരുന്നു നടത്തം. അവൾ തലകുനിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. അർജുൻ അവളോട് ജോലി, വായന, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം, കുടുംബം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. സംസാരം നീണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. അനന്യ സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പരാതിയും ഇല്ലായിരുന്നു. അവൾ തൻ്റെ വൈകല്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. സംസാരം കഴിഞ്ഞ് അർജുൻ പോകാൻ എഴുന്നേറ്റു. വീട്ടുകാർ വിചാരിച്ചത് തീരുമാനം പിന്നീട് അറിയിക്കുമെന്നാണ്. പക്ഷേ അർജുൻ വാതിൽക്കൽ നിന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. ഞാൻ ഈ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം അർജുൻ പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും നിശബ്ദരാക്കി. പക്ഷേ അത് മീരയെയല്ല. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അനന്യയെയാണ്. മുറിയിൽ പൂർണ്ണ നിശബ്ദത. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് വിറച്ചു. മോനെ, നീ ആലോചിച്ചിട്ടാണോ പറയുന്നത്? അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അർജുൻ പുഞ്ചിരിച്ചു. അമ്മേ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള കൂടെ നടത്തുന്നതാണ് വിവാഹം. ഓടി നടക്കുന്ന ഒരാളെ സ്വന്തമാക്കലല്ല. അവൻ അനന്യയെ നോക്കി. ഇവിടെ വന്നിട്ട് ഞാൻ 2 പെൺകുട്ടികളെയും കണ്ടു. എല്ലാ കുടുംബത്തിനും വേണ്ടി സ്വന്തം ജീവിതം മറന്നുവെച്ച ഒരാളെ ഞാൻ കൂടുതൽ ബഹുമാനിക്കുന്നു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ചേച്ചി, നീ എനിക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്തു. ദൈവം നിനക്കുള്ള സന്തോഷം ഇന്ന് തന്നു. അനന്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നെ സ്വീകരിക്കാൻ വരുമെന്ന് ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. അർജുൻ മറുപടി നൽകി. എനിക്ക് പൂർണ്ണതയുള്ള ഒരാളെയല്ല, നല്ല മനസ്സുള്ള ഒരാളെയാണ് വേണ്ടത്. മാസങ്ങൾക്കു ശേഷം വിവാഹം നടന്നു. വിവാഹവേദിയിൽ അർജുൻ പറഞ്ഞ അവസാന വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു. ശരീരത്തിലെ മുറിവുകൾ ജീവിതത്തെ ചെറുതാക്കില്ല. മനസ്സിലെ നന്മയാണ് ഒരു കുടുംബത്തെ വലുതാക്കുന്നത്. കയ്യടികളോടെ വേദി മുഴങ്ങി. അനന്യയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷ കണ്ണുനീർ മാത്രമല്ല ഉണ്ടായിരുന്നത്. വർഷങ്ങളായി താൻ അർഹിക്കുന്ന സ്നേഹവും അംഗീകാരവും ഒടുവിൽ ലഭിച്ചെന്ന ആശ്വാസവും ഉണ്ടായിരുന്നു. അർജുൻ അനന്യയെ തിരഞ്ഞെടുത്തത് വൈകല്യം കൊണ്ടുള്ള സഹതാപം കൊണ്ടല്ല, മറിച്ച് അവളുടെ സ്വഭാവം, ഉത്തരവാദിത്തബോധം, കരുണ, ആത്മവിശ്വാസം എന്നിവ മനസ്സിലാക്കിയ ശേഷമാണ്.